എവിടെയാണ് നമ്മളൊക്കെ തോറ്റുപോകുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ എല്ലാവരും ഓരോരോ സ്വപ്നങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകളാണല്ലേ. ചിലർക്ക് അത് ജോലി കിട്ടുന്നതാവാം, മറ്റു ചിലർക്ക് ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുന്നതാവാം, മറ്റു ചിലർക്ക് കലയാവാം, സ്പോർട്സ് ആവാം. പക്ഷേ ഭൂരിഭാഗം ആളുകളുവേ ആ സ്വപ്നങ്ങളുടെയൊക്കെ പടിവാതുക്കൽ വെച്ച് തളർന്നു വീഴാറുണ്ട്. എന്തുകൊണ്ടായിരിക്കാം നമുക്ക് പരാജയപ്പെടുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? മാനിഫെസ്റ്റ് വിത്ത് അനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഖമാണല്ലോ അല്ലേ? നമ്മുടെ ആദ്യത്തെ വില്ലനില്ലേ, അതാരാണെന്ന് നമുക്ക് നോക്കിയാലോ? ആദ്യത്തെ വില്ലൻ എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ളവരാണ്. ഇതൊന്നും നിനക്ക് പറ്റിയ പണിയല്ല, നാട്ടുകാരെന്ത് പറയും, നാട്ടുകാരെന്ത് ചിന്തിക്കും, ഈ ചോദ്യം കേട്ട് കേട്ട് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെയൊക്കെ കുഴിച്ചു മൂടുന്ന ആളുകളാണല്ലേ. ഞാൻ മൂടിയിട്ടുണ്ട്, നിങ്ങളും മൂടിയിട്ടുണ്ടാവല്ലേ. നമ്മളുടെ മൈൻഡ് മൊത്തം ഇതൊന്നും നമുക്ക് പറ്റിയ പണിയല്ല എന്ന് നമ്മളും ഉറപ്പിക്കുകയാണ്. മറ്റുള്ളവരുടെ കയ്യിലുള്ള ഒരു റിമോട്ട് കൺട്രോളായി നാം മാറുകയാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നതേ നാളെ എന്ന വാക്കാണ്. ഏറ്റവും മനോഹരമായ സ്വപ്നങ്ങളിൽ പോലും ചീഞ്ഞു പോകുന്നത് ഈ നാളേക്ക് മാറ്റിവെക്കുന്ന ശീലമാണ്. തുടങ്ങാനെടുക്കുന്ന ആ ഒരു ചെറിയ സ്റ്റെപ്പാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദൂരം. നമുക്ക് തോൽക്കുമെന്ന പേടിയുണ്ടല്ലോ, ആ സത്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ജീവിതത്തിൽ നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുകയല്ലേ, അതാണ് ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. വീഴുമ്പോൾ കിട്ടുന്ന മുറിവുകളില്ലേ, അതിനെത്ര ആഴം ഉണ്ടാവുമല്ലേ, അതിനേക്കാൾ ആഴമുണ്ടാകും പിന്നീട് നമുക്കുണ്ടാകുന്ന കുറ്റബോധത്തിന്. നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നടക്കാതെ പോകുന്നത് നമുക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ടൊന്നും അല്ല, മറിച്ച് നമ്മുടെ കംഫർട്ട് സോണിന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നാം മടിക്കുന്നത് കൊണ്ടാണ്, പേടികൊണ്ട്. ഒരു കാര്യം ഓർക്കുക, ലോകം നിങ്ങളെ പുച്ഛിച്ചേക്കാം, തളർത്തിയേക്കാം, പക്ഷേ നിങ്ങളല്ലാതെ മറ്റാരും നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടി പോരാടാൻ ഉണ്ടാവുകയില്ല. ഇന്ന് തന്നെ തുടങ്ങുക. ഓർക്കുക, ചെറുതാണെങ്കിലും ഒരു ചുവട് മുന്നോട്ട് വെക്കുക. ലോകം മുഴുവൻ എതിർത്താലും നിങ്ങളുടെ ഉള്ളിലെ വിശ്വാസം ഉണ്ടല്ലോ, അത് കെടാതെ സൂക്ഷിച്ചാൽ ഏത് സ്വപ്നവും നിങ്ങൾക്ക് എത്തിപ്പിടിക്കാവുന്ന ദൂരമേ ഉള്ളൂ. നിങ്ങളുടെ സ്വപ്നങ്ങൾ മറ്റാർക്കും വിട്ടുകൊടുക്കരുത്. തോറ്റാലും ജയിച്ചാലും അത് നിങ്ങളുടേത് മാത്രമാവട്ടെ. തോൽക്കുമെന്ന് പേടിച്ച് മാറി നിൽക്കരുത്. വീഴുമ്പോഴല്ല, പരിശ്രമം നിർത്തുമ്പോഴാണ് നിങ്ങൾ പരാജയപ്പെടുന്നത്. ഇന്ന് തന്നെ തുടങ്ങൂ. നിങ്ങളുടെ മാറ്റങ്ങൾ ഇന്ന് തന്നെ ആരംഭിക്കട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സ്റ്റേ ട്യൂൺ.